നമസ്കാരം. മല്ലി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വളരെ ഗുരുതരമായ ചില പരാമർശങ്ങൾ ഹൈക്കോടതി പറഞ്ഞതിന് തൊട്ടടുത്ത ദിവസമാണ് നമ്മൾ ഇന്ന് കണ്ടത്. സന്നിധാനത്തേക്ക് SIT കുതിച്ചെത്തിയതും ഏകദേശം 21ഓളം ഇടങ്ങളിൽ കേരളത്തിനകത്തും പുറത്തുമായി ED സംഘം അവരുടെ ആദ്യ നീക്കമെന്ന രീതിയിൽ ഒരു മിന്നൽ റെയ്ഡ് സംഘടിപ്പിച്ചിരിക്കുന്നു. പരിശോധനകളിൽ നിർണായകമായ പല രേഖകളും പലരെയും പിടിച്ചെടുക്കുന്ന രീതിയിലാണ് നിലവിൽ നീക്കം നടത്തിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 10ലധികം ആളുകൾ ഇതിനോടകം തന്നെ ജയിലിൽ കഴിയുന്നു, പ്രതികളായിരിക്കുന്നുവെങ്കിലും പ്രമുഖരായ 5 പേർ കൂടി ഇനി ഉടനെ അറസ്റ്റിലായേക്കുമെന്ന സൂചനയാണ് കിട്ടുന്നത്. ദ്വാരപാലക ശില്പപ്പാളിയിലെ സ്വർണം മോഷ്ടിച്ച കേസിൽ 3 പേരും കട്ടിളപ്പാളി കേസുമായി ബന്ധപ്പെട്ട് 2 പേരുമാണ് അന്വേഷണ സംഘത്തിന്റെ റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇവരെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തുകയോ നേരിട്ട് അറസ്റ്റ് ചെയ്യുകയോ എന്ന നടപടിയിലേക്കായിരിക്കും കടക്കുക. ഈ 5 പേരിൽ വളരെ പ്രമുഖരായ പലരും ഉൾപ്പെട്ടിരിക്കുന്നു എന്നാണ് നിലവിൽ സൂചന കിട്ടിയിരിക്കുന്നത്. എന്തായിരുന്നാലും ഇന്ന് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ചുമായി BJP പ്രവർത്തകർ എത്തിച്ചേർന്നതുമായി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ മുൻ മന്ത്രിയും ഈ അന്വേഷണ റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ദ്വാരപാലക ശില്പപ്പാളികൾ 2025 വിറ്റതായി സൂചന കിട്ടുന്നുണ്ട്. ഇക്കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്താൻ വേണ്ടി മുൻ പ്രസിഡന്റായിട്ടുള്ള PS പ്രസാദിനെയും 2 ബോർഡ് അംഗങ്ങളെയും ഉടൻ തന്നെ ചോദ്യം ചെയ്യുമെന്നാണ് കരുതുന്നത്. അങ്ങനെ വരുമ്പോൾ തന്നെ ആ 5 പേരിൽ ഉൾപ്പെടുന്ന 3 പേർ ഇവരാണോ എന്ന സംശയം കൂടുതൽ ബലപ്പെടുകയാണ്. ശബരിമല ശ്രീകോവിലിന്റെ പഴയ വാതിൽ നിന്നും സ്വർണം മോഷ്ടിച്ചതായി സംശയം ബലപ്പെടുന്നു. സന്നിധാനത്തെത്തിയ SIT വാതിൽ പാളികളിൽ നിന്നും ഇന്ന് സാമ്പിൾ ശേഖരിക്കുകയാണ് പ്രധാനപ്പെട്ട ഒരു നീക്കമെന്ന് പറയുന്നത്. സ്വർണത്തിന്റെ അളവിൽ കുറവുണ്ടോ എന്നതാണ് ആദ്യം പരിശോധിക്കുന്നത്. അതിനുശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് കടക്കുക. കഴിഞ്ഞ ദിവസം VSSCയിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്നും SIT കൈപ്പറ്റുകയും പിന്നീട് അത് ഹൈക്കോടതിയിലേക്ക് സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. വളരെ ഗുരുതരമായ പല പരാമർശങ്ങളും അതിൽ പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പരിശോധനകൾക്കായി ഇന്ന് സന്നിധാനത്തെത്തിയത്. മറുഭാഗത്ത് കേസിൽ അന്വേഷണം ഊർജിതമാക്കി EDയും രംഗത്തെത്തി. നേരത്തെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് അടക്കം ചുമത്തി കേസെടുത്ത ED വ്യാപക പരിശോധനയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. CPM നേതാക്കളായിട്ടുള്ള A പത്മകുമാറും വാസുവും മുരാരി ബാബുവും അടക്കമുള്ളവരുടെ വീട്ടുകളിൽ, അവരുടെ വസതികളിൽ ED സംഘം പരിശോധന നടത്തി. കേരളവും കർണാടകയും അടക്കം 21 ഇടങ്ങളിലാണ് ED പരിശോധന നടത്തുന്നത്. കേസിലെ 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്വർണ്ണപ്പാളികൾ ഉരുക്കി കടത്താൻ സഹായിച്ച സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി, കടത്തിയ സ്വർണം വാങ്ങിയ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ എന്നിവർ തമ്മിലുള്ള ഇടപാട് ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷിച്ചു. ക്രിമിനൽ കേസുകൾ അന്വേഷിക്കാൻ പോലീസ് FIR രജിസ്റ്റർ ചെയ്യുന്നതിന് സമാനമായ നടപടിയായിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട്, അതായത് ECIR രജിസ്റ്റർ ചെയ്തത്. കള്ളപ്പണം എവിടെ നിന്നാണ്, എവിടെ സൂക്ഷിച്ചിരിക്കുന്നു, ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. അതാണ് പ്രതികളെ നേരിട്ട് കണ്ട് ചോദ്യം ചെയ്ത് മനസ്സിലാക്കാൻ ഒരുങ്ങുന്നത്. റിമാൻഡിലുള്ള ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷനെ പത്മകുമാർ അടക്കം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പട്ടികയിലുള്ള മുഴുവൻ ആളുകളെയും ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് ED കടക്കുന്നുണ്ട്. ED കൊച്ചി യൂണിറ്റിലെ അഡീഷണൽ ഡയറക്ടർ രാകേഷ് കുമാറിന്റെ മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണവും. അന്വേഷണത്തിൽ വരവിൽ കവിഞ്ഞ് സ്വത്ത് കണ്ടെത്തിയാൽ സ്വത്ത് മരവിപ്പിക്കൽ നടപടിയിലേക്ക് അടക്കം EDക്ക് കടക്കാൻ കഴിയും. ഇന്ന് ഈ സമയത്ത് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്ത് പരിശോധനയ്ക്ക് എത്തിയത്. അതിന് പിറകെയാണ് EDയും കളത്തിലിറങ്ങിയത്. കേസിലെ ഗൂഢാലോചനയും സ്വർണം കടത്തിയ രീതിയും സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്താനാണ് SITയുടെ പ്രത്യേക സന്ദർശനം. ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ ശ്രീകോവിലിനുള്ളിലും പരിസരത്തും വളരെ വിശദമായ തെളിവെടുപ്പാണ് സംഘം നടത്തിയത്. ശബരിമലയിൽ സ്വർണ്ണപ്പാളികളിൽ പരിശോധന നടത്തിയ VSSCയിലെ ശാസ്ത്രജ്ഞരെയും പ്രത്യേക അന്വേഷണ സംഘം നേരിട്ട് കണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യും. ശാസ്ത്രീയ പരിശോധനയിലെ വിവരങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്താൻ വേണ്ടി തന്നെയാണ് ഈ നീക്കം. 1998 സ്വർണ്ണപ്പാളികളും പിന്നീട് പ്ലേറ്റിംഗ് നടത്തിയതിനു ശേഷമുള്ള പാളികളും തമ്മിൽ പ്രകടമായൊരു വ്യത്യാസം കണ്ടെത്തി കഴിഞ്ഞു. ഏതു തരത്തിൽ എങ്ങനെയായിരിക്കും അവർ ആ അട്ടിമറി നടത്തിയത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടാനാണ് സംഘം ശാസ്ത്രജ്ഞരെ കാണുന്നത്. കഴിഞ്ഞ മാസമായിരുന്നു സന്നിധാനത്തെത്തി SIT പാളികളിലെ സാമ്പിൾ എടുത്ത് അത് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘം എന്തായിരുന്നാലും വ്യാപിപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. 2019 2025 ഇടപാടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം കൂടുതൽ ഊർജിതമാക്കുന്നു. സ്വർണ്ണപ്പാളികളുടെ വിശദ പരിശോധനയ്ക്കായി സന്നിധാനത്തെത്തി പ്രത്യേക സംഘം ഇന്ന് സ്ട്രോങ് റൂം തുറന്ന് പരിശോധിച്ചു. ഹൈക്കോടതി അതിനുള്ള പ്രത്യേക അനുമതിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. വരും ദിവസങ്ങളിൽ VSSCയിലെ ശാസ്ത്രജ്ഞരുടെയും സാങ്കേതിക വിദ്യയുടെയും സഹായത്തോടെ
കൂടുതൽ തെളിവുകൾ സമർപ്പിക്കാൻ കോടതിയിൽ അന്വേഷണ സംഘത്തിന് സാധിക്കും. ഒപ്പം ശാസ്ത്രജ്ഞരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും മൊഴിയും രേഖപ്പെടുത്തും. എങ്ങനെയായിരിക്കും ഈ തട്ടിപ്പ് നടന്നിട്ടുള്ളത് എന്നുള്ള ഏറ്റവും നിർണായകമായ ആ ചോദ്യത്തിനുള്ള ഉത്തരം തന്നെയാണ് ഇവിടെ SIT കണ്ടെത്തുന്നത്. സ്വർണ്ണപ്പാളികൾ വിറ്റോ എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത വരുത്തേണ്ടത്. ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം അപഹരിച്ച കേസിൽ മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ വിജിലൻസ് കോടതി ഇന്ന് വിധി പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നാലും 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട് തന്നെ സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ടെന്ന് പ്രതിഭാഗം വാദിച്ചു. അത് ശരിവെച്ചു. എന്നിരുന്നാൽ പോലും കട്ടിളപ്പാളിയിലെ സ്വർണം അപഹരിച്ച കേസിൽ പോറ്റി പ്രതി ആയതുകൊണ്ട് ആദ്യ കേസിൽ ജാമ്യം കിട്ടുന്നതുകൊണ്ടും ജയിൽ മോചിതനാകാൻ സാധിക്കില്ല. കാരണം 90 ദിവസം പൂർത്തിയാകാൻ ഇനി രണ്ടാം കേസിന് 3 ആഴ്ച കൂടിയുണ്ട്. ഇതിനിടയിലാണ് ശബരിമലയിലെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടുള്ള ശ്രീകുമാറിനെ 1 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്ന SITയുടെ അപേക്ഷ കോടതി പരിഗണിച്ചത്. ഇന്ന് ശ്രീകുമാറിനെ കോടതിയിൽ ഹാജരാക്കി SIT കസ്റ്റഡിയിലേക്ക് വിടുകയും ചെയ്തു. ശബരിമലയിലെ ദ്വാരപാലക ശില്പം, കട്ടിളപ്പാളി, വാജുവാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട എല്ലാ അന്വേഷണവും എല്ലാ മേഖലകളിലേക്കും വ്യാപിപ്പിക്കണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 തവണയായി പിണറായി വിജയൻ സർക്കാരുകൾ, അതിനു മുന്നേയുള്ള ഉമ്മൻചാണ്ടി സർക്കാർ, VS സർക്കാർ എന്നിങ്ങനെയുള്ള 4 സർക്കാർ കാലയളവിൽ, അതിൽ 3 കമ്മ്യൂണിസ്റ്റ് ഭരണം, 1 UDF ഭരണം, ഈ ഭരണസമിതിയുടെ ഇടപാടുകളെക്കുറിച്ചുള്ള അന്വേഷണമാണ് വിപുലീകരിക്കേണ്ടത്. കൃത്യമായ നിർദ്ദേശമാണ് ഹൈക്കോടതി കൊടുക്കുന്നത്. ശബരിമലയിൽ നിന്നും ദ്വാരപാലക ശില്പവും കട്ടിളപ്പാളിയും കൊണ്ടുപോയി സ്വർണം തട്ടിയെടുത്തു എന്ന നിരീക്ഷണം കോടതി തന്നെ പങ്കുവയ്ക്കുന്നു. 28 വർഷങ്ങൾക്ക് മുൻപ് 1998 വിജയ് മല്യയുടെ നേതൃത്വത്തിലുള്ള UP ഗ്രൂപ്പ് ഇങ്ങനെ സ്വർണം പൂശാനായി എത്തിയത്. 2019 ആദ്യമായിട്ട് ഇത് ശബരിമലയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. അറ്റകുറ്റപ്പണിക്ക് ശേഷം ഇത് തിരിച്ചു കൊണ്ടുവന്ന് സ്വർണം 2025 വീണ്ടും പുറത്തു കൊണ്ടുപോയി. 2 തവണകളായി അങ്ങനെ ദ്വാരപാലക ശില്പവും കട്ടിളപ്പാളിയും പുറത്തെത്തിച്ചു. 2017 പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലത്തുള്ള കൊടിമരത്തിന്റെ പുനർനിർമ്മാണവും അങ്ങനെ ഈ അന്വേഷണത്തിലേക്ക് എത്തിയിരിക്കുന്നു. വാജുവാഹനം കൈമാറ്റം ചെയ്ത സംഭവത്തിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് നിർദ്ദേശം. അതുപോലെ തന്നെ PS പ്രശാന്ത് പ്രസിഡന്റായിരുന്ന കാലത്തെയും അന്വേഷണം എന്തായിരുന്നാലും നടത്തും. അങ്ങനെ ഏറെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെ തന്നെയാണ് ശബരിമല സ്വർണ്ണക്കേസ് പോകുന്നത്. ഈ കേസിൽ 5 പേർ കൂടി നിരീക്ഷണത്തിലുണ്ടെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ പറയുന്നത്. അവരുടെ പങ്കിനെക്കുറിച്ച് വിശദമായി പരിശോധിച്ച് നിലവിൽ ശേഖരിച്ചിരിക്കുന്ന തെളിവുകൾ ഇവർക്കെതിരാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല. കൂടുതൽ അറസ്റ്റ് എന്തായിരുന്നാലും അതുകൊണ്ട് വരും മണിക്കൂറുകളിൽ സംഭവിക്കുമെന്നാണ് SIT നൽകുന്ന റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.